SSLC കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന ഏതൊരു ടോപ്പിക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ആരംഭിച്ചിരിക്കുന്ന പുതിയ ഒരു സീരീസ് ആണ്. ഇങ്ങനെ പഠിച്ചാൽ ഇത് മറക്കൂല. ഈ സീരീസിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് തന്ന ക്ലാസ് നിങ്ങളെല്ലാവരും നല്ലപോലെ തന്നെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടായി. ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകളാണ് ഞാൻ ആ കമൻറ്റ് സെക്ഷനിൽ കണ്ടത്. വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ പറയുന്ന ആ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതിനാൽ കിട്ടുന്ന പ്രചോദനം തന്നെയാണ് അടുത്തടുത്ത ക്ലാസ്സുകൾ കൂടുതൽ ഗംഭീരമാക്കാൻ ഞങ്ങളെ നയിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ കണ്ട ഒരു കമൻറ്റ് എന്ന് പറയുന്നത് വളരെ സ്പീഡ് കൂടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ നേച്ചറാണ്. എങ്കിൽ പോലും തന്നെ ഈ ഒരു വീഡിയോ ഞാൻ വളരെ പതുക്കെ എടുക്കാനായിട്ട് ശ്രമിക്കാം എന്നാൽ കഴിയുന്ന വിധത്തിൽ. ഓക്കെ, ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് സ്പീഡ് തോന്നുകയാണെങ്കിൽ ഒന്ന് പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോന് താഴെ ഞാൻ ചോദിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത, പെട്ടെന്ന് മറന്നു പോകുന്നു, കൺഫ്യൂസിങ് ആകുന്നു എന്ന് പറയുന്ന ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോന് താഴെ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ എന്ന് പറയുന്നത് GMM GAMM എന്നാണെന്ന് പറഞ്ഞു തരാനാണ്. അതായത് അതുമാത്രമായി ഞാൻ ഒതുക്കുന്നില്ല, മോൾ കൺസെപ്റ്റ് മുഴുവനായി ഞാൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയുടെ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇനി ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഏത് ടൈപ്പ് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ നിങ്ങളെ റെഡിയാക്കി തരും. ഒന്ന് ക്ഷമയോടുകൂടെ അവസാനം വരെ കണ്ടിരിക്കുക. അവസാനം ഞാൻ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഞാൻ ആൻസർ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊളിയായിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ, ഈ കൺസെപ്റ്റ് ഫുൾ മനസ്സിലാക്കി എന്ന് തന്നെ അർത്ഥം. ഹെഡിങ് നോക്കുക, മോൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം വന്നാൽ അതിന് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കുറേ ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ചാപ്റ്റർ ഫുള്ളായി പഠിച്ച് സെറ്റാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്നൊരു ചോദ്യം വന്നാൽ അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, കൃത്യമായ ആൻസർ കിട്ടുന്നില്ല. കാരണം അത് മനസ്സിലാക്കിയിട്ടില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ അതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും അത് ഫുള്ളായിട്ട് മനസ്സിലാക്കി തരുവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഓരോരോ കാര്യങ്ങളിലോട്ട് കടക്കുകയാണ്. ഓക്കെ, മോൾ കൺസെപ്റ്റ്. മോൾ എന്താണെന്ന് പറയുന്ന കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനെയാണ് മോൾ എന്ന് പറയുന്നത്? എടാ മക്കളെ, രണ്ട് എണ്ണത്തെ നമ്മൾ ഒരു ജോഡി എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ ഒരു പെയർ എന്ന് പറയും. ആ പെയർ ഓഫ് ഷൂസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഷൂ ആണ്. ആ രണ്ട് എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ടേമാണ് പെയർ. അതേപോലെ ഡസൻ, 1 ഡസൻ വള എന്ന് പറഞ്ഞാൽ അവിടെ 12 വളകളാണ്. 12 എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം, ഒരു വേർഡാണ് എന്ത്? ഡസൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 6.022 × 10⁻23 എന്ന് പറയുന്ന ഒരു നമ്പറിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന ടേമാണ് മോൾ. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. എന്താണ് മോൾ? ഈ എണ്ണത്തെ പറയുന്ന പേരാണ് മോൾ. എൻ്റെ കയ്യിൽ 6.022 × 10⁻23 ചക്കകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1 മോൾ ചക്കകളുണ്ട് എന്നാണ്. ഒരു ചാക്ക് നിറയെ 6.022 × 10⁻23 അരിമണികളാണെങ്കിൽ എനിക്ക് സിമ്പിളായി പറയാം 1 മോൾ അരിമണി എന്ന്. ഓക്കെ, എൻ്റെ കയ്യിൽ 1 മോൾ മാങ്ങയുണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കാതെ എനിക്ക് പറയാം അതിനകത്ത് 6.022 × 10⁻23 മാങ്ങകളുണ്ട് എന്ന്. സിംപ്ലി ഈ ഒരു നമ്പറിനെയാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? മോൾ എന്ന് പറയുന്നത്. ഈ നമ്പറിന്, ഇതാണ് അവഗാഡ്രോ നമ്പർ അല്ലേ? ഈ അവഗാഡ്രോ നമ്പറിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം എന്തുണ്ടായിരിക്കും? 6.022 × 10⁻23 ഉണ്ടായിരിക്കും. ഓർത്ത് വെച്ചോളൂ, ഈ എണ്ണത്തെയാണ് 1 മോൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കാർബൺ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? ഓക്കെ, കാർബൺ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? മാസ് ഓഫ് 1 കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? നിങ്ങളെല്ലാവരും പറയുന്നുണ്ടായിരിക്കും 12 ഗ്രാം. 12 ഗ്രാം തെറ്റാണ്. അയ്യോ, ഇങ്ങനെയാണല്ലോ ഞാൻ പഠിച്ചു വെച്ചത്. അല്ല, ഇത് തെറ്റാണ്. എൻ്റെ ചോദ്യം ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ് എന്നാണ്. 12 ഗ്രാം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റ്? ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 ഗ്രാമോ? ചിന്തിക്ക്. 1 പവൻ ഗോൾഡ് എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ്. 1 പവൻ ഗോൾഡ് വെച്ചുകൊണ്ട് റിങ് ഉണ്ടാക്കാം, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം, ചെയിൻ ഉണ്ടാക്കാം, എന്തുമല്ലേ. 1 പവൻ ഗോൾഡ് എന്ന് പറഞ്ഞാൽ 8 ഗ്രാമാണ്. പിന്നെ എങ്ങനെയാണ് കണ്ണിൽ പോലും കാണാത്ത ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 ഗ്രാം വരിക? ചിന്തിക്ക്, എങ്ങനെയാണ് 12 ഗ്രാം വരിക? അപ്പോൾ ഒരു കാർബൺ ആറ്റം 12 ഗ്രാം അല്ല, കണ്ണിൽ പോലും കാണാൻ കഴിയാത്ത ആ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 12 U ആണ്. 12 U ആണ് സാർ. പിന്നെന്താണ് സാർ 12 ഗ്രാം എന്ന് പറഞ്ഞാൽ? പിന്നെന്താ 12 ഗ്രാം? നിങ്ങളുടെ മുന്നിൽ കുറേ കാർബൺ ആറ്റങ്ങളുണ്ട്.
അതിൽ നിന്ന് ഓരോ കാർബൺ ആറ്റത്തിൻ്റെയും മാസ് 12U ആണ്, 12U ആണ്. അതിനകത്ത് നിന്ന് 6.022 × 10⁻23 കാർബൺ ആറ്റങ്ങൾ നിങ്ങൾ എണ്ണി വെക്കുന്നു. ഒരുപാട് ദിവസങ്ങൾ എടുക്കും അത് എണ്ണ, എങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കൺമുന്നിലുള്ള കാർബൺ ആറ്റങ്ങളൊക്കെ നിങ്ങൾ എണ്ണി എത്ര എണ്ണം എടുത്തു? 6.022 × 10⁻23 എണ്ണം വാരി എടുത്തിട്ട് അതിൻ്റെ മാസ് എത്രയും നോക്കുമ്പോൾ അതിനുണ്ട് 12 ഗ്രാം. 12U ഉണ്ടായിരുന്ന ആറ്റം 6.022 × 10⁻23 എണ്ണം എടുത്തിട്ട് അതിൻ്റെ മാസ് നോക്കുമ്പോൾ അതിനുണ്ട് 12 ഗ്രാം. അതിനെയാണ് 12 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, 12U ആണ് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ്. അങ്ങനത്തെ 6.022 × 10⁻23 കാർബൺ ആറ്റങ്ങളെ എടുത്താൽ അതിനുണ്ട് 12 ഗ്രാം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1U. 6.022 × 10⁻23 ഹൈഡ്രജനുകളാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ മാസ് എത്രയാണ്? 1 ഗ്രാം. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16U, 16U, അത്രയേ ഉള്ളൂ. 6.022 × 10⁻23 ഓക്സിജനുകൾ വയ്ക്കുമ്പോൾ അതിൻ്റെ മാസമാണ് 16 ഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നോക്ക്, ഏതൊരു ആറ്റത്തിൻ്റെയും മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അതിലെത്ര എണ്ണമുണ്ട്? 6.022 × 10⁻23 ആറ്റങ്ങളുണ്ട് എന്നാണ്. നൈട്രജൻ്റെ മാസ് 14U. 6.022 × 10⁻23 എണ്ണം എടുത്താൽ അതിലാണ് 14 ഗ്രാം. നേരെ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. 23 ഗ്രാം സോഡിയം ആറ്റം, 23 ഗ്രാം സോഡിയം ആറ്റങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ. അതിലെത്ര സോഡിയം ആറ്റം ഉണ്ടായിരിക്കും? 23 ഗ്രാം എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസാണ്. ഓക്കെ, 23 ഗ്രാം സോഡിയത്തിൽ എത്ര സോഡിയം ആറ്റങ്ങളുണ്ട്? 23 ഗ്രാം അല്ലേ സാർ? ഗ്രാം ആണെങ്കിൽ അതിനകത്ത് 6.022 × 10⁻23 സോഡിയം ആറ്റങ്ങൾ ഉണ്ടായിരിക്കും സാർ. എണ്ണി നോക്കാതെ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, എണ്ണി നോക്കാതെ ഇപ്പോൾ പറഞ്ഞില്ലേ. മറ്റൊരു ചോദ്യം ഞാൻ പറയാം. 12 ഗ്രാമിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 6.022 × 10⁻23 കാർബൺ ആറ്റങ്ങൾ. അങ്ങനെയാണെങ്കിൽ 24 ഗ്രാം എടുത്താലോ? 24 ഗ്രാമിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 6.022 × 10⁻23 × 2. ഇതിൻ്റെ 2 മടങ്ങുണ്ടായിരിക്കും. കണ്ണിൽ പോലും കാണാത്ത കാർബൺ ആറ്റങ്ങളെ നിങ്ങൾ പറഞ്ഞു. 12 ഗ്രാമിൽ ഇത്രയും കാർബൺ ആറ്റങ്ങളുണ്ട്, 24 ഗ്രാമിൽ ഇതിൻ്റെ ഡബിൾ കാർബൺ ആറ്റങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കാതെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് മോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ്. ഏതൊരാറ്റത്തിൻ്റെയും മാസിനെ ഗ്രാമിൽ പറയുന്നതിനെയാണ് GAM എന്ന് പറയുന്നത്. ഗ്രാം അറ്റോമിക് മാസ്. കാർബണിൻ്റെ GAM എത്രയാണ്? 12 ഗ്രാം. ഹൈഡ്രജൻ്റെ GAM എത്രയാണ്? 1 ഗ്രാം. ഓക്സിജൻ്റെ GAM എത്രയാണ്? 16 ഗ്രാം. നൈട്രജൻ്റെ GAM എന്ന് പറഞ്ഞാൽ 14 ഗ്രാമും സോഡിയത്തിൻ്റെ GAM എന്ന് പറഞ്ഞാൽ 23 ഗ്രാമുമാണ്. ഏതൊരാറ്റത്തിൻ്റെയും മാസിനെ ഗ്രാമിൽ പറയുന്നതാണ് GAM. നോക്കണേ, ഏതൊരാറ്റത്തിൻ്റെയും മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അവിടെ 1 മോൾ ഉണ്ട്. ആഹാ, 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 അല്ലേ? അവിടെ 1 മോൾ ഉണ്ട്. ഏതൊരാറ്റത്തിൻ്റെയും മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അവിടെ 1 മോൾ ഉണ്ട്. ഞാൻ മറ്റൊരു രീതിക്ക് പറഞ്ഞുതരാം. നിങ്ങളോട് ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയും ചോദിച്ചാൽ നിങ്ങൾ ഗ്രാമം ചേർത്തുകൊണ്ടല്ലേ പറയുക? അങ്ങനെ പറയാനല്ലേ നിങ്ങൾക്കറിയുള്ളൂ. അങ്ങനെ നിങ്ങൾ പറയുന്നത് അവരുടെയെല്ലാം 1 മോൾ മാസാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം GAMകളാണ്. മനസ്സിലാകുന്നുണ്ടോ? നൈട്രജൻ്റെ മാസം എന്ന് വെച്ചാൽ നിങ്ങൾ 14 ഗ്രാം എന്ന് പറയും. ക്ലോറിൻ്റെ മാസത്തിലെന്ന് വെച്ചാൽ 35.5 ഗ്രാം എന്ന് പറയും. നിങ്ങൾ പറയുന്ന ആ മാസുകളെല്ലാം 1 മോൾ ആറ്റങ്ങളുടെ മാസാണ്, അല്ലാതെ ഒരു ആറ്റത്തിൻ്റെ മാസമല്ല. 6.022 × 10⁻23 ആറ്റങ്ങളുടെ മാസാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ്? ഇത് ആറ്റത്തിൻ്റെ കേസാണ് GAM എന്ന് പറയുന്നത്. ഇത് തന്നെ GMM ആണെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗ്രാം മോളിക്കുലാർ മാസ്. ഒന്നിലധികം ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ, ഒന്നിലധികം ആറ്റങ്ങൾ, 2ഓ അതിലധികമോ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് എന്ന് പറയാം? മോളിക്യൂളുകൾ എന്ന് പറയാം. മോളിക്യൂൾ. 2 ഹൈഡ്രജൻ, 2 ഓക്സിജൻ, 2 ഹൈഡ്രജനും ഓക്സിജനും, 2 ഓക്സിജനും കാർബണും, 3 ഹൈഡ്രജൻ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ വരുന്നത് എല്ലാം എന്താണ്? മോളിക്യൂളുകളാണ്. ഒരു ആറ്റം ഒറ്റയ്ക്കാണെങ്കിൽ അത് ആറ്റം. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മോളിക്യൂളാണ്. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മോളിക്യൂളാണ്. ആറ്റത്തിൻ്റെ മാസ് അറ്റോമിക് മാസ് ആണെങ്കിൽ മോളിക്യൂളിൻ്റെ മാസ് മോളിക്കുലാർ മാസ്. മോളിക്യൂളിൻ്റെ മാസ് മോളിക്കുലാർ മാസ്. തന്മാത്രയുടെ മാസ് തന്മാത്രാ മാസ്. റെഡി? H2. ഒരു H2 എന്ന് പറയുന്നത് HH. ഇതാണ് HH. ഇതാണ് H2. ഒരു ഹൈഡ്രജൻ്റെ മാസ് 1U.
മറ്റൊരു ഹൈഡ്രജൻ്റെ മാസ് 1u, ടോട്ടലായിട്ട് എത്രയാണ് 2u. അപ്പോൾ H2ൻ്റെ മാസ് എത്രയാണ് 2u. H2 കണ്ണിൽ പോലും കാണാത്ത 2 ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ് 2u. അങ്ങനത്തെ 6.022 × 10⁻23 എടുത്താൽ അതിൻ്റെ മാസാണ് 2 ഗ്രാം. ഏതൊരു മോളിക്യൂളിൻ്റെയും മാസിനെ ഗ്രാമിൽ പറയുന്നതാണെന്ത് GMM, ഗ്രാം മോളിക്കുലാർ മാസ് എന്ന്. എന്ത്? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. വാട്ടറിൻ്റെ മാസ് എത്രയും ചോദിക്കുന്നു. വാട്ടർ ഹൈഡ്രജൻ 2 എണ്ണമാണ്. 2 ഹൈഡ്രജൻ ആണെങ്കിൽ 2u, ഒരു ഓക്സിജൻ ആണെങ്കിൽ 16u. 16uവും 2uം കൂടെ കൂട്ടിയാൽ ടോട്ടലായിട്ട് 18u. ഒരു H2 എന്ന് പറയുന്ന ഒരു H2, അയ്യോ കണ്ണിൽ പോലും കാണാൻ പറ്റില്ല. 2 ഹൈഡ്രജൻ ഒരു ഓക്സിജനും, 2 ഹൈഡ്രജൻ ഒരു ഓക്സിജനും. ഇവൻ്റെ മാസ് 18u ആണ്. അങ്ങനത്തെ 6.022 × 10⁻23 എണ്ണം വാരിയെടുത്തിട്ട് അതിൻ്റെ മാസം നോക്കുമ്പോൾ അതിനുണ്ട് 18 ഗ്രാം. കാർബൺ ഡൈ ഓക്സൈഡ് 44u ആണ്. 6.022 × 10⁻23 കാർബൺ ഡൈ ഓക്സൈഡുകൾ ചേരുമ്പോഴാണ് അതിന് 44 ഗ്രാം. തിരിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. 17 ഗ്രാം അമോണിയ, ഞാൻ ഇവിടെ കുറച്ച് അമോണിയ ഉണ്ട്, അതിൽ നിന്ന് 17 ഗ്രാം അമോണിയ ഞാൻ എടുത്തിട്ട് നിങ്ങളോട് പറയുകയാണ്, ഈ 17 ഗ്രാം അമോണിയയിൽ എത്ര NH3 മോളിക്യൂളുകൾ ഉണ്ടായിരിക്കും? എത്ര NH3 മോളിക്യൂൾ ഉണ്ടായിരിക്കും? 17 ഗ്രാം അല്ലേ? ഇത് മോളിക്യൂളിൻ്റെ മാസ് 17u. അപ്പോൾ 17 ഗ്രാമിലല്ലേ പറഞ്ഞത്? ഗ്രാം ആണെങ്കിൽ 17 ഗ്രാം ആണെങ്കിൽ 6.022 × 10⁻23 ഉണ്ടായിരിക്കും. ഏതൊരു മോളിക്യൂളിൻ്റെയും മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ 6.022 × 10⁻23 ഉണ്ട് എന്നാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് ടഫാണെന്ന് തോന്നിയാൽ അവിടെ വെയിറ്റ്. ഒരു കാര്യം, നിങ്ങൾ ആരും തന്നെ ഇത് ഡിഫിക്കൽട്ടാണെന്ന രീതിയിൽ ചിന്തിക്കരുത്, അപ്രോച്ച് ചെയ്യരുത് പ്ലീസ്. ഞാൻ പറയുന്നത് അനുസരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്ന ഡയറക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചിന്തിച്ചു പോവുക. ഞാൻ പറയുന്ന പോലെ ചിന്തിച്ചു പോവുക. ഈ തന്നിരിക്കുന്ന സ്ലൈഡിൽ നിന്നുള്ള അറിവ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു തരേണ്ട കാര്യം 18 ഗ്രാം H2O മോളിക്യൂളിൻ്റെ മാസ് 18 ഗ്രാമാണ്. അതായത് ഇവിടെ ഒരു ഗ്ലാസ് പച്ചവെള്ളമുണ്ട്, അതിൽ നിന്നും 18 ഗ്രാം വെള്ളം ഞാൻ എടുത്തിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിലെത്ര H2O മോളിക്യൂളുകളുണ്ട്? H2O മോളിക്യൂളുടെ എണ്ണം വളരെ ഈസി ആയിട്ട് നിങ്ങൾ പറയും. കാരണം 18 ഗ്രാമിൽ 6.022 × 10⁻23 മോളിക്യൂളുകളുണ്ട്. 18 ഗ്രാമിൽ അത്രയാണെങ്കിൽ 36 ഗ്രാമിൽ എത്രയായിരിക്കും? 36 ഗ്രാമിൽ എത്രയുണ്ടായിരിക്കും? 18ൻ്റെ ഡബിൾ അല്ലേ 36. അപ്പോൾ 36 ഗ്രാമിൽ എത്ര ഉണ്ടായിരിക്കും? 6.022 × 10⁻23 ഡബിൾ അല്ലേ? ഈ നമ്പർ × 2. ഓക്കെ, റെഡി? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, 440 ഗ്രാം CO2ൽ എത്ര CO2 ഉണ്ടായിരിക്കും? 440 ഗ്രാം 440 ഗ്രാം CO2 എടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇതിലെത്ര കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളുകളുണ്ട്? 44 ആണെങ്കിൽ 6.022 × 10⁻23 എന്ന് നിങ്ങൾ പറഞ്ഞേനെ. 440 ആണെങ്കിലോ 44ൻ്റെ 10 മടങ്ങാണ്. അപ്പോൾ ഈ നമ്പറിൻ്റെ 10 മടങ്ങായിരിക്കില്ലേ 6.022 × 10⁻23 × 10 ആയിരിക്കില്ലേ? റെഡി? ഈ നമ്പറിൻ്റെ 10 മടങ്ങായിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? റെഡിയാണ്? അപ്പോൾ ഏതൊരു മോളിക്യൂളിൻ്റെയും മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അത് അതിൻ്റെ മോളാർ മാസ് അല്ലെങ്കിൽ GMM ആണ്, ഗ്രാം മോളിക്കുലാർ മാസ്. വാട്ടറിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് 18, CO2ൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് 44, NH3യുടെ 17. അങ്ങനെയാണ് വരിക. ക്ലിയർ? കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, റെഡി? ഇനി അടുത്തതിലോട്ട് കിടക്കാം. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. 1 മോൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ആറ്റത്തിൻ്റെയും മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അത് 1 മോളാണ്. കാർബൺ 12 ഗ്രാം, ഹൈഡ്രജൻ 1 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം എന്നൊക്കെ. ഏതൊരു ആറ്റത്തിൻ്റെയും മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അത് 1 മോളാണ്. ഏതൊരു മോളിക്യൂളിൻ്റെ മാസിനെയും ഗ്രാമിൽ പറഞ്ഞാൽ അത് 1 മോളാണ്. വാട്ടർ 18 ഗ്രാം, കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം, CO2 എന്ന് പറഞ്ഞാൽ 44 ഗ്രാം, NH3 എന്ന് പറഞ്ഞാൽ 17 ഗ്രാം. റെഡി? 1 മോൾ എന്ന് പറഞ്ഞാൽ തുടക്കമേ ഞാൻ പറഞ്ഞിരുന്നു, 1 മോൾ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. 6.022 × 10⁻23 എന്ന് പറയുന്ന നമ്പറിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. ഇനി STPയിലെ കാര്യം കൂടെ പറഞ്ഞാൽ ഫുള്ള് സെറ്റാണ്. STPയിൽ 22.4 ലിറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് STP? ഫുൾ ഫോം ചോദിക്കും കേട്ടോ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്രഷറും.
ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ നിങ്ങൾക്കറിയാം അല്ലേ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ പറയുന്ന കാര്യം എന്താണ്? ഒരു ഗ്യാസിൻ്റെ വോള്യത്തെക്കുറിച്ച്, അഥവാ ഒരു ഗ്യാസിൻ്റെ വ്യാപ്തത്തെക്കുറിച്ചാണ് പറയുന്നത്. മലയാളം മീഡിയം വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ കുറച്ച് ഇംഗ്ലീഷിലെ ടേംസ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നതിലോട്ട് കിടക്കുന്ന മുമ്പ് നിങ്ങൾക്ക് എന്താ അറിഞ്ഞിരിക്കണം? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ഒരു ഗ്യാസിൻ്റെ വ്യാപ്തം അഥവാ വോള്യം എന്ന് പറയുന്നത് 3 ആളുകൾക്കനുസരിച്ച് മാറും. ടെമ്പറേച്ചറിനനുസരിച്ച് മാറും, പ്രഷറിനനുസരിച്ച് മാറും, നമ്പർ ഓഫ് മോൾസിനനുസരിച്ച് മാറും. ഇതാണ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ടെമ്പറേച്ചറിനനുസരിച്ചും ഗ്യാസ് ഇങ്ങനെ വലുതാവും ചെറുതാവും ചെയ്യും. പ്രഷറിനനുസരിച്ചും വലുതാവും ചെറുതാവും ചെയ്യും. നമ്പർ ഓഫ് മോൾസിനനുസരിച്ചും വലുതാവും ചെയ്യും. അതായത് ടെമ്പറേച്ചർ അഥവാ താപനില, മർദ്ദം അഥവാ പ്രഷർ, നമ്പർ ഓഫ് മോൾസ് അഥവാ മോളുകളുടെ എണ്ണം, ഈ 3 ആളുകൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വോള്യം മാറും. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ താപനില, പ്രഷർ മർദ്ദം, നമ്പർ ഓഫ് മോൾസ് മോളുകളുടെ എണ്ണം. ഇത് 3 ഏത് ഒന്ന് മാറിയാൽ പോലും എന്തു മാറും? വോള്യം എന്ന് പറയുന്ന വ്യാപ്തം മാറും. ഈ 3 ഏത് മാറിയാലും വ്യാപ്തം മാറും. ഈ 3 പേര് മാറുന്നില്ലെങ്കിലോ വ്യാപ്തം മാറില്ല. ഈ 3 പേര് മാറുന്നില്ലെങ്കിൽ വ്യാപ്തവും മാറില്ല. ക്ലിയർ? വോള്യം മാറില്ല. ഓക്കെ, ഈ 3 പേരെ ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ടെമ്പറേച്ചർ ഞാൻ ഫിക്സ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് മാറ്റുന്നില്ല. ടെമ്പറേച്ചറും അനക്കുന്നില്ല. 273 കെൽവിന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. പ്രഷർ അഥവാ മർദ്ദം ഞാൻ മാറ്റുന്നില്ല. 180 അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. 180 അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി അനക്കുന്നില്ല. ഞാനിപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 273 സെറ്റ് ചെയ്തേ, പ്രഷർ 180 സെറ്റ് ചെയ്തേ. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറും പ്രഷർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ 273 കെൽവിൻ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രഷർ 180. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്യാസ് ഇപ്പോൾ STPയിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ്റെ ടെമ്പറേച്ചർ 273 കെൽവിൻ, അവൻ അനുഭവപ്പെടുന്ന പ്രഷർ 180 ആണ്. മാധവ് സാർ ഇപ്പോൾ STPയിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ 273 കെൽവിനും എനിക്ക് അനുഭവപ്പെടുന്ന പ്രഷർ 180 എന്നാണ്. മനസ്സിലായോ? ഒരാൾ STPയിലാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും ഇത്രയാണെന്ന് പറയാതെ പറയുകയാണ്. ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയാതെ പറയുകയാണ്. ശരി, അപ്പോൾ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് വെച്ചു, പ്രഷറും ഫിക്സ് ചെയ്ത് വെച്ചു, മോളുകളുടെ എണ്ണം നമ്പർ ഓഫ് മോൾസ് ഞാൻ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. 1 മോൾ. മോളുകളുടെ എണ്ണം ഞാൻ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്ത് വെക്കുന്നു. 1 മോൾ എന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നു. റെഡി? 1 മോൾ എന്ന് എന്ത് ചെയ്യുകയാണ്? ഇതിന് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. 1 മോൾ എന്ന് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. ഇതെന്തെന്നാ പെന്നെ? 1 മോൾ എന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. റെഡി? നോക്കണേ, ടെമ്പറേച്ചർ ഫിക്സ് ചെയ്തു, മാറ്റുന്നില്ല. പ്രഷർ ഫിക്സ് ചെയ്തു, മാറ്റുന്നില്ല. നമ്പർ ഓഫ് മോൾസ് മോളുകളുടെ എണ്ണം ഫിക്സ് ചെയ്തു, മാറ്റുന്നില്ല. ഈ 3 പേരും മാറുന്നില്ല എങ്കിൽ വോള്യവും മാറില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ 3 പേരും മാറുന്നില്ല, വോള്യവും മാറുന്നില്ല. വോള്യം മാറുന്നില്ല. 22.4 ലിറ്റർ. അതും ഫിക്സഡ് ആണ്. STPയിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. STPയിൽ ആയിരിക്കണം, 1 മോൾ ആയിരിക്കണം, ഗ്യാസ് ആയിരിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ ഓർത്ത് വെക്കണം. STPയിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ STPയിൽ 2 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? STPയിൽ 2 മോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ അല്ലേ, 44.8 ലിറ്റർ. STPയിൽ 10 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? STPയിൽ 10 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 224 ലിറ്റർ ആയിരിക്കും. അതായത് ഇതിൻ്റെ 10 മടങ്ങായിരിക്കും. റെഡി? അതായത് 22.4 ലിറ്റർ ആണ്. 1 മോളിന് 22.4 ലിറ്റർ ആണ്. എവിടെ? STPയിൽ. ആർക്ക്? ഏതൊരു ഗ്യാസിനും, ഹൈഡ്രജനോ നൈട്രജനോ ക്ലോറിനോ കാർബൺ ഡൈ ഓക്സൈഡോ അമോണിയോ ആരായിക്കൊണ്ട് പോവട്ടെ, STPയിലാണോ ഗ്യാസ് ആണോ 1 മോൾ 22.4 ആണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 22.4. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ എന്തുകൂടെ? 1 മോൾ എന്ന് പറഞ്ഞാൽ എന്തുകൂടെയായി? 22.4 കൂടെയാണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 കൂടെയാണ്. ആരുടെ? ഏതൊരു ഗ്യാസിൻ്റെയും. എവിടെ? STPയിൽ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം അറിഞ്ഞിരിക്കണം. അതിലൂടെ നമുക്ക് കടക്കാം. ഇക്വേഷൻസ് നോക്കുക. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ഞാൻ എടുക്കുന്ന ക്ലാസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, ഞാൻ അവകാശപ്പെടുന്നത് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും പഠിച്ചിരിക്കും. പഠിക്കാനായി പിന്നീട് നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടതില്ല. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കോളും. അതെങ്ങനെയാണ് നമ്മൾ നോക്കാം. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെയൊക്കെ 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിട്ടുണ്ട്. ഈ 4 പേർക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? മോളുകളുടെ എണ്ണം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. മോളുകളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. നോക്കണേ, നിങ്ങൾ തന്നെ ഈ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട. ഞാനിപ്പോൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഒരു ആറ്റത്തിൻ്റെ കേസ് ആദ്യം നമുക്ക് എടുക്കാം. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 ഗ്രാം ആണ്. എഴുതി ഞാൻ പിന്നെ വായിച്ചു തരാം. 12 ഗ്രാം. ഓക്കെ, ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസല്ല 1 മോൾ. ഓക്കെ, നോക്കണേ, 12 ഗ്രാമിൽ എത്ര മോളുണ്ട്?
12 ഗ്രാം എന്ന് പറഞ്ഞാൽ 12 ഗ്രാം കാർബൺ കേട്ടോ. 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മോളാണ്. എൻ്റെ ചോദ്യം ഇതാണ്. എൻ്റെ ചോദ്യം 24 ഗ്രാം കാർബണിൽ എത്ര മോളുകൾ ഉണ്ടായിരിക്കും? 12 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോളാണ്. അപ്പോൾ 24 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 മോളാണ്. ഈ 2 എന്ന നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഈ 2 എന്ന നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഈ 24 ഡിവൈഡർ ബൈ എന്ത് കൊടുത്തു? 12 കൊടുത്തു അല്ലേ? അത്രയേ ഉള്ളൂ. ഈ 24 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുകയാണ്? ഈ 12 ചെയ്യുകയാണ്. അത്രയേ ഉള്ളൂ. അതെങ്ങനെ നമുക്ക് പറയാം? എങ്ങനെ നമുക്ക് ചെയ്യാം? 24 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മാസ്, 12 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് മാസ്, 24 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്ലിയർ ആണ്. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് അഥവാ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. ഇത് തന്നെ മോളിക്യൂളിൻ്റെ കേസ് എടുക്കാം. നോക്കണേ നിങ്ങൾ. 18 ഗ്രാം വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? വാട്ടർ 18 ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് 1 മോളാണ് അല്ലേ? ഏതൊരു മോളിക്യൂളിൻ്റെയും മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അത് 1 മോളാണല്ലോ. വാട്ടർ 18 ഗ്രാം ആണ്. എൻ്റെ ചോദ്യം അതല്ല. 180 ഗ്രാം വാട്ടറിൽ എത്ര മോളുകളുണ്ട്? 180 ഗ്രാം വാട്ടറിൽ എത്ര മോളുകളുണ്ട്? 10. ഈ 10 എന്ന നമ്പർ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? 180 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു? 180 ഡിവൈഡഡ് ബൈ 18 ചെയ്തു. ഈ 180 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മാസ്, 18 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോളാർ മാസ്. അപ്പോൾ മോളുകളുടെ എണ്ണം, മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്, തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇത് തന്നെ അവഗാഡ്രോ നമ്പർ വെച്ചുകൊണ്ട് പറയാം. 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ 1 മോളാണ്. അത് ആർക്കും ആയിക്കോട്ടെ, ആറ്റത്തിനായാലും മോളിക്യൂളിനായും ഈ ഒരു നമ്പർ ഉണ്ടോ? ചക്ക മാങ്ങ തേങ്ങ വിഷയമില്ല. 6.022 × 10⁻23 എന്ന് പറഞ്ഞ നമ്പറാണോ? അത് 1 മോളാണ്. അപ്പോൾ 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ 1 മോളാണ്. എൻ്റെ ചോദ്യം 12.044 × 10⁻23 ഇതിലെത്ര മോളുകൾ ഉണ്ടായിരിക്കും? ഈ നമ്പറിൻ്റെ ഡബിൾ ആണ് ഇവൻ. ഇത് 1 മോൾ ആണെങ്കിൽ ഇതിലെത്ര ഉണ്ടായിരിക്കും? 2 മോൾ ഉണ്ടായിരിക്കും. ഈ 2 മോൾ എന്ന ഈ 2 നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഈ നമ്പർ ഡിവൈഡഡ് ബൈ ഈ നമ്പർ ചെയ്തപ്പോലെ എൻ്റെ കയ്യിൽ 12.044 × 10⁻23 ആറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര മോൾ ആറ്റങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? 2 മോൾ ആറ്റങ്ങളാണ് ഉണ്ടായിരിക്കുക. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ നമ്പർ ഡിവൈഡഡ് ബൈ ഈ നമ്പർ ചെയ്തു അല്ലേ? ഈ നമ്പർ ഡിവൈഡഡ് ബൈ ഈ നമ്പർ ചെയ്തു. അപ്പോൾ മോളുകളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ വെച്ചുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ആറ്റം എന്നും പറഞ്ഞിട്ടില്ല, മോളിക്യൂൾ എന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഈ നമ്പറേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ 12.044 × 10⁻23 ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര മോളായിരിക്കും? കണികകളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. ഇത് വെച്ചുകൊണ്ടുള്ള ചോദ്യം വളരെ റെയർ ആണ്, എങ്കിൽ പോലും അറിഞ്ഞിരിക്കുക. എന്താണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ? കണികകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ അവഗാഡ്രോ സംഖ്യ. ഇനി ലാസ്റ്റ് ചോദ്യം ഇതാണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. 22.4 ലിറ്റർ എന്ന് പറഞ്ഞു. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. എവിടെ? STPയിൽ മാത്രം. ആർക്ക്? ഗ്യാസുകൾക്ക് മാത്രം. ഇതിങ്ങനെ തന്നെ ഓർത്ത് വെച്ചോണേ. 22.4 ലിറ്റർ 224 ലിറ്റർ ആണെങ്കിലോ? 224 ലിറ്റർ ആണെങ്കിൽ നോക്കണേ, 224 ലിറ്റർ. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. ഏതോ ഒരു ഗ്യാസിന് 22.4 ലിറ്ററാണ് STP എന്ന് പറഞ്ഞാൽ 1 മോളാണ്. അപ്പോൾ 224 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 224 ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 മോളായിരിക്കും. ഈ 10 എന്ന നമ്പർ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ആ 224 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 22.4 ലിറ്റർ. അപ്പോൾ STPയിലെ വോള്യം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ അല്ലേ? STPയിലെ വ്യാപ്തം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. STPയിലെ വോള്യം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഇത് മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കും. ഒന്നും കൂടെ ഒന്ന് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ശ്രദ്ധിക്കുക. ഇനി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവൽ പൊളി, ഒന്നും പറയാനില്ല. വേറെ ലെവലാണ് നിങ്ങൾ. ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ABC ക്വസ്റ്റൻ ഉണ്ട്. ഈ ചോദ്യത്തിന് ആൻസർ വേഗം പറയാൻ നോക്ക്. ഗിവ് ദ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എന്താണ്? 1 മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ല, അത് തന്നെയാണ് അവഗാഡ്രോ നമ്പർ. 6.022 × 10⁻23 അവഗാഡ്രോ നമ്പർ. മാറിപ്പോവരുത്. ദ മാസ് ഓഫ് 2 മോൾ ഓഫ് അമോണിയ ഗ്യാസ് ഇസ്
മലയാളം മീഡിയം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണേ, നിങ്ങളെ ഞാൻ അവഗണിച്ചതല്ല, പ്ലീസ് മനസ്സിലാക്കുക. ഇതിന് മലയാളം ഞാൻ പറഞ്ഞുതരാം. 2 മോൾ അമോണിയ ഗ്യാസിൻ്റെ മാസ് എത്രയാണ്? ഇതിൻ്റെ മാസ് ഓഫ് 2 മോൾസ് ഓഫ് അമോണിയ ഗ്യാസ്. 2 മോൾ അമോണിയയുടെ മാസ്. 1 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്താ NH3 എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ മാസ് 14ആണ്. 1 ഹൈഡ്രജൻ്റെ മാസ് 1, അപ്പോൾ 3 ഹൈഡ്രജൻ്റെ മാസ് 3, 14 3 17. ഈ 17 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് 1 മോളാണ് അല്ലേ? ഇതിൻ്റെ മാസ് ഗ്രാമിൽ പറഞ്ഞാൽ അത് 1 മോളാണ്. GMM ആണ് മോളാർ മാസ്, ഗ്രാം മോളാർ മാസ്. അപ്പോൾ 17 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോൾ. ചോദ്യം എന്താണ്? മാസ് ഓഫ് 2 മോൾസ് ഓഫ് അമോണിയ ഗ്യാസ്. 2 മോൾ അമോണിയയുടെ മാസ് എത്ര എന്ന്. 1 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ 17 ഗ്രാം. 2 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ 17 34 ഗ്രാം. 17 34 ഗ്രാം, അത്രയേ ഉള്ളൂ. ഇക്വേഷൻ വേണമെന്നുണ്ടോ? കിട്ടിയില്ലേ നിങ്ങൾക്ക്? നോക്കിക്കോളൂ. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ വോള്യൂം ഓഫ് 850 ഗ്രാം അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസർ അറ്റ് STP. എന്താണ് പറയുന്നത്? STPയിൽ 850 ഗ്രാം അമോണിയ ഉണ്ട്. STPയിൽ 850 ഗ്രാം അമോണിയ ഉണ്ട്. അതിൻ്റെ വോള്യൂം എത്ര എന്ന്. STPയിൽ വോള്യൂം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. സാറേ STPയിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 22.4 ലിറ്റർ എന്നറിയാം. ഇവിടെ എത്ര മോളെന്ന് തന്നിട്ടില്ലല്ലോ. പിന്നെ എന്താ തന്നിരിക്കുന്നത്? 850 ഗ്രാമാണ് തന്നിരിക്കുന്നത്. 850 ഗ്രാം എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇങ്ങനെ നിങ്ങളെ കുഴപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഈ ചോദ്യം മോൾ കൺസെപ്റ്റിൽ നിന്നാണ് എന്ന് തോന്നിയാൽ, നിങ്ങൾ ഉറപ്പായും ഒരാളെ കണ്ടുപിടിച്ചോ. നമ്പർ ഓഫ് മോൾസ്, പകുതി മാർക്ക് ഉറപ്പാണ്. 1 മാർക്ക് ഉറപ്പാണ്. ഞാൻ പറയുന്നു, മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നിങ്ങൾ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. മനസ്സിലായോ? മോൾ കൺസെപ്റ്റിൽ നിന്നാണ് ഒരു ചോദ്യം വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്നും മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഉറപ്പാണ്, ബാക്കി തനിയെ കിട്ടിക്കോളും. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കണേ. കാൽക്കുലേറ്റ് ദ വോള്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, അത് ഈ പറയുന്നതിന് ഇങ്ങനെ ചിന്തിച്ച വേഗത്തിൽ നമുക്ക് കിട്ടും. വോള്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആരുടെ? ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. വോള്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. STPയിലെ വോള്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആരുടെ? 850 ഗ്രാം അമോണിയയുടെ. നമുക്കറിയാവുന്നത് STPയിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4. അതേ നമുക്കറിയൂ. STPയിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ്. ഇവിടെ എത്ര മോളെന്ന് നാം തന്നിട്ടില്ലല്ലോ സാറേ. പക്ഷേ തന്നിരിക്കുന്നത് എന്താ? 850 ഗ്രാം അമോണിയ. 850 ഗ്രാം അമോണിയയിൽ എത്ര മോളുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 850 ഗ്രാം അമോണിയയിൽ എത്ര മോളുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ ഇതിൽ നിന്ന് മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ആ മോളുകളുടെ എണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? വോള്യം കണ്ടുപിടിക്കുക. ചിന്തിക്കുക, നിങ്ങൾക്ക് വോള്യം കണ്ടുപിടിക്കാൻ എന്ത് വേണം? മോളുകളുടെ എണ്ണം വേണം. തന്നിരിക്കുന്ന മാസിൽ നിന്ന് മോളുകളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ പോരെ? സി ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3 അമോണിയ. നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ മാസ് ഡിവൈഡർ ബൈ മോളാർ മാസ്. എങ്ങനെയാണ് ഗിവൺ മാസ്? തന്നിരിക്കുന്നത് മാസാണ്. ആരുടെയാണ്? NH3 ആണ്, മോളിക്യൂളിൻ്റെയാണ്. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡർ ബൈ മോളാർ മാസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അത് ഞാൻ എഴുതുന്നില്ല, ഞാൻ സാറല്ല, ഞാൻ ഇക്വേഷൻ ഇല്ല. നിങ്ങൾ ഇക്വേഷൻ മാർക്കുണ്ട് കേട്ടോ. ഇക്വേഷൻ മാർക്കുണ്ട്. ഗിവൺ മാസ് ഡിവൈഡർ ബൈ മോളാർ മാസ്, തന്നിരിക്കുന്ന മാസ് ഡിവൈഡർ ബൈ മോളാർ മാസ് എന്നതിന് മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ 850 ഡിവൈഡഡ് ബൈ 17 ചെയ്താൽ എത്രയാണ് കിട്ടുക മക്കളെ? 50 മോളെന്ന് കിട്ടും. 50 മോളെന്ന് കിട്ടും. അപ്പോൾ 50 മോൾ. അപ്പോൾ 850 ഗ്രാം അമോണിയയിൽ 50 മോളുണ്ട്. 1 മോളാണെങ്കിൽ 22.4 ലിറ്റർ. ഇവിടെ 50 മോളുണ്ട്. STPയിലെ അമോണിയ എത്രമാണ്? 50 മോളുണ്ട്. ഓക്കെ, വോള്യം ഓഫ് അഥവാ വ്യാപ്തം, വോള്യം ഓഫ് NH3 ഈക്വൽ ടു 50 മോള് ഇൻറ്റു 22.4 ലിറ്റർ ഈക്വൽ ടു 1120 ലിറ്റർ. ഇത് ഞാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ വേറെ ലെവൽ, ഒന്നും പറയേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം. ഇനിയും അടുത്തത് ഏതാണോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്ന ടോപ്പിക് എന്ന് നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതിന് മുൻപായിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് മാത്രമാണ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് കൊണ്ടുവരാനും കൂടുതൽ ട്രിക്സൊക്കെ ഉൾപ്പെടുത്താനും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിലേക്ക് പ്രിപ്പയർ ചെയ്യാനും പ്രചോദനമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ലൈവ് കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം,
ഓക്കെ, അപ്പോൾ ഞാൻ പതുക്കെ നിർത്തുകയാണ്. അടുത്ത ഏത് ടോപ്പിക്ക് വേണമെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പോൾ ഞാൻ പതുക്കെ നിർത്തുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നത്. എന്തൊരു ഞാൻ മെസ്സേജ് വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിടിലൻ ടോപ്പിക്ക് വരണം. താങ്ക് യു.